ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാൻ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അനുഭവങ്ങളിലൂടെയാണ് കേട്ടോ. ഓരോ കാര്യങ്ങൾ ചെയ്താൽ അതിനനുസരിച്ച് ഓരോന്നും വരും കിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്ന എന്താ നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പക്ഷേ ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്കുണ്ടായ അനുഭവമാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് യാത്ര പോവുക, അപ്പം നിങ്ങളൊരു കാര്യത്തിന് പോവുകയാണ്. എന്താ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി കാര്യമുണ്ട്. നമുക്ക് കേവലം ഒരു നാരങ്ങ മാത്രം മതി നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് സംഭവിച്ച ഒരു കാര്യം തന്നെയാണ് എനിക്ക്. ഈ നാരങ്ങ പ്രയോഗത്തിലൂടെ എനിക്ക് സംഭവിച്ച കാര്യം തന്നെയാണ് ഇതിപ്പം. നിങ്ങൾ എന്താണേലും ഇത് ചെയ്തോ. നിങ്ങൾക്ക് എന്താഗ്രഹമാണോ, നിങ്ങൾ ഒരു യാത്ര പോകുമ്പോഴത്തേക്കും നിങ്ങൾ യാത്ര പോകുകയല്ല, ആ യാത്രയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നേടാനാ പോകുന്നെങ്കിൽ ആ കാര്യം നേടിയിരിക്കും നിങ്ങൾക്ക്. അതിനാണ് ഞാൻ പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ഞാൻ പോയപ്പോൾ എനിക്ക് നേടി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാൻ വന്നത്. എന്താണേലും നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യത്തിന് പോകുമ്പോൾ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പോവുക. നിങ്ങൾക്ക് ആ കാര്യം നടന്നിരിക്കും. ആ പോകുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ കൂട്ടത്തിൽ തന്നെ വേണം. അന്നെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. നിങ്ങളുടെ പേഴ്സിലോ നിങ്ങളുടെ വണ്ടിക്കകത്തോ എന്താണേലും ഈ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ അതും കൊണ്ട് വേണം പോവാൻ. അപ്പം ഞാൻ അങ്ങനെ പോയി, എനിക്കത് കാര്യവും സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇന്ന് ഓടി വന്നത്. ഇത് തന്നെയല്ല, ഇന്ന് നമ്മുടെ പാചകം ഉണ്ട് കേട്ടോ. പാചകമുണ്ട്. ഇത് മാത്രമല്ല, എനിക്ക് കാര്യം സാധിച്ചുമ്പോഴാണ് ഞാൻ ഓടി വരുന്നത് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ എന്താണേലും ഇതുപോലത്തെ കാര്യങ്ങൾ പലർക്കും സാധിച്ച ഓരോന്ന് കണ്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്തു നോക്കുന്നത്. അപ്പൊ നമുക്ക് കാര്യം സാധിച്ചാണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായിരിക്കും ആ ഒരു കാര്യം എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എന്താണ് ആ ഉദ്ദിഷ്ട കാര്യം സാധിച്ചതെന്നുള്ളത് കണ്ടു നോക്കാം. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ കേട്ടോ. ഇന്ന് പുട്ടും പയറും പപ്പടമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. പഴം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇന്ന് ഉച്ചക്കലത്തെ പണിയിലോട്ട് പോകാം. ചോറൊക്കെ റെഡിയായി. ഇനി നമുക്കിന്ന് ചെമ്മീൻ തീയലിനെ വെച്ചാലോ. ചെമ്മീൻ തീയൽ നല്ല അടിപൊളി ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്, വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് തീയലിന് വേണ്ടിയിട്ട് തേങ്ങയൊന്ന് വറക്കും കേട്ടോ. വറുത്തതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നമുക്കിട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ആയിട്ട് നമുക്ക് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ വരാം. പിന്നെ നമുക്ക് ഒരു പുളിശ്ശേരി വെക്കണം. പിന്നെ നമുക്ക് മത്തി, നല്ല പരിഞ്ഞിലുള്ള മത്തി കിട്ടിയിട്ടുണ്ട്, അവനെ വറക്കുകയും ചെയ്യാം. ഒരു മെഴുക്കുവരട്ടിയും വെക്കാം കേട്ടോ. ഇതാണ് ഇന്നത്തെ കറികളെ. അപ്പം നമുക്കിത് ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ എന്തായിരുന്നു, ഇന്നിപ്പം നമ്മുടെ മൂത്തമ്മോൻ വരുമല്ലോ. അപ്പം മൂത്തമ്മൻ വരുന്ന കൂട്ടത്തിൽ നമ്മുടെ ചേച്ചിയുടെ മൂത്തമ്മോൻ്റെ വൈഫുണ്ടല്ലോ ശില്പ, അവളും അവൻ്റെ കൂടെ കയറിപ്പോരുന്നുണ്ട് ഇങ്ങോട്ട്. കാരണം എറണാകുളത്തു നിന്നല്ലേ രണ്ടുപേരും വരുന്നത്. മോൻ്റെ കൂട്ടത്തിൽ സുഖമായിട്ട് ഇങ്ങോട്ട് വരാമല്ലോ. നാളെ ചേച്ചിയൊക്കെ വരും. അപ്പം ശില്പക്കുട്ടി ഇങ്ങോട്ട് നേരെ മോനുമായിട്ട് വരും. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനും ഇവിടെ എല്ലാവരും കേട്ടോ. നല്ല രസമാണ് അവൾ. എല്ലാവരുമായിട്ട് നല്ലതായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സൈസാണ്. അപ്പം നാളെ ഉച്ച കഴിഞ്ഞാണ് ചേച്ചിയൊക്കെ വരുന്നത്. ചേച്ചീൻ്റെ ഉച്ചനും കൂടെ നാളെ ഉച്ച കഴിഞ്ഞ് വരും. മറ്റന്നാൾ കല്യാണം ഉണ്ടല്ലോ ഞായറാഴ്ച, കൊച്ചച്ഛൻ്റെ മകൻ്റെ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത്. പിന്നെ രണ്ടാമത്തെ ചേച്ചി പെട്ടെന്ന് ഇന്നലെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട് കേട്ടോ. വന്നിട്ട് അവരിന്ന് രാവിലെ പോയി. വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞാൽ വന്നത് കേട്ടോ. പിന്നെ അവളും കല്യാണത്തിന് വരും. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. അങ്ങനെ നമ്മുടെ ചെമ്മീൻ തീയലിനുള്ള നമ്മുടെ ഇതൊക്കെ റെഡിയായി. കുടംപുളി ഇട്ടു വെച്ച ചെമ്മീൻ കറിയുണ്ടേ. അയല ഇവിടെ ഇന്ന് മത്തി വറുത്തതുണ്ടേ. ചെമ്മീൻ കറിയുണ്ടേ. കുടംപുളി ഇട്ടു വെച്ച ചെമ്മീൻ കറിയാണേ. അപ്പം നമുക്ക് ചൂടാറിയിട്ട് അരയ്ക്കാം. അതിനിപ്പുറം പുളിശ്ശേരിക്കുള്ള എടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ തീയൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മത്തി വറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെഴുക്കുവരട്ടിയും റെഡിയായി കേട്ടോ. നമ്മുടെ മത്തി വറക്കാൻ പെരട്ടി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അവനെയും കൂടെ അങ്ങോട്ട് ഇടട്ടെ. അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ അരി ഉഴുന്നും കൂടെ വെള്ളത്തിൽ ഇട്ടു കേട്ടോ. വൈകിട്ട് നമുക്ക് അരച്ച് വെക്കാമല്ലോ. നാളെ രാവിലെ നമുക്ക് ഇഡ്ഡലി ആക്കാം. ഇഡ്ഡലി സാമ്പാറും ചമ്മന്തി ആക്കാം. അതാണ് നമ്മുടെ ഉച്ച വരെയുള്ള പണി. നാളെ രാവിലത്തേക്കുള്ളത് സേഫ് കൺട്രോളിലെത്തി. സേഫ് കൺട്രോൾ എന്നാണോ പറയുന്നത് കൂട്ടുകാരെ? സേഫ് എന്താണല്ലോ ആ സുനായിലെത്തി, മനസ്സിലായില്ല. അപ്പം നമുക്ക് എന്താ അപ്പോൾ ഒന്ന് ഭയങ്കര സന്തോഷമാണ്. അവർ വരുന്നതിൻ്റെ സന്തോഷം. എൻ്റെ ശില്പക്കുട്ടിയും വരും, മോനും വരും, പിന്നെ നാളെ അയച്ചേച്ചിയും രഘുചേട്ടനും ഒക്കെ വരുന്നതിൻ്റെ ത്രില്ലിലാണ് ഞാൻ. കല്യാണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ കല്യാണത്തിന് പോകാനുള്ള സാരി ഏതാണെന്ന് ഇതുവരെ ഞാൻ തീരുമാനിച്ചെന്നല്ല പറഞ്ഞ് ഞങ്ങൾ ഷെയർ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാനും ചേച്ചിമാരില്ല. പക്ഷേ എൻ്റെ എവിടാണോ വെച്ചേക്കുന്നതെന്ന് അപ്പം തന്നെ എൻ്റെ തുണിയുടെ കാര്യത്തിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ. വെച്ചിട്ടുണ്ട് കേട്ടോ, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ സാരി ഉടുത്തതൊക്കെ ആയിരിക്കും കേട്ടോ. എന്നെ ആരും ഒന്നും പറയണ്ട, എനിക്ക് ഒത്തിരി സാരിയൊന്നുമില്ല. ഉടുത്ത സാരിയൊക്കെ ആയിരിക്കാം ഞാൻ ഉടുക്കുന്നത് കേട്ടോ. ഉടുത്ത സാരി ആയിരിക്കാന്നല്ല, ഉടുത്ത സാരി തന്നെയാണ് ഉടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചീത്തയൊന്നും വിളിക്കില്ല. അപ്പം നമുക്ക് അടുത്ത ഒരു അടിപൊളി കാര്യത്തിലോട്ട് നമുക്കങ്ങ് പോയേക്കാം. അതുപോലെ ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ നല്ല രീതിയിൽ ചെയ്ത എല്ലാ കാര്യവും നേടും കേട്ടോ. സത്യമായ കാര്യമാണ്. നേടിയവരുടെ എനിക്കും എൻ്റെ കാര്യങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങളും എല്ലാം നേടിക്കഴിയുമ്പോഴാണ് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇപ്പം വരാവേ. അപ്പം നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് സാധിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നാണ്. എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അതിരാവിലെയാണ് കേട്ടോ. അതിരാവിലെ ഇപ്പം ഞാൻ എങ്ങനെയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകാൻ തയ്യാറായിട്ട് നിൽക്കുവാണല്ലോ. അപ്പൊ കുളിച്ച് ശുദ്ധമായിട്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ശുദ്ധമായിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ആ യാത്ര പോകുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധമായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു നാരങ്ങ നിങ്ങൾ മേടിച്ച്, നല്ല കേടുപാടുകളൊന്നുമില്ലാത്ത ഒരു നാരങ്ങ നിങ്ങളുടെ കൈ കാണണം കേട്ടല്ലോ. എന്നിട്ട് ഈ നാരങ്ങ പല കടകളിൽ നിന്നൊക്കെ മേടിച്ചതല്ലേ. അപ്പൊ ഇവനെ ഒന്ന് കഴുകണം. കഴുകിയെടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യണ്ടേ, ഇതിന് ദിവസങ്ങളൊന്നുമില്ല. അതിരാവിലെ കുളിച്ച് ശുദ്ധമായിട്ട്, ചീത്ത സമയങ്ങളിലൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. രാവിലെ തന്നെ ചെയ്യണം. പോകുന്ന ആ ദിവസം തന്നെ നിങ്ങൾ കുളിച്ച് ശുദ്ധമായിക്കോ. അപ്പൊ പിന്നെ വേറൊരു ദിവസം ഒന്നും വേണ്ടല്ലോ. എന്താണേലും ഇത് ചെയ്യുന്നത് പോകുമ്പോഴത്തേക്കും അത് നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യല്ലേ. അപ്പൊ അതിരാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് ഒരു നാരങ്ങ എടുക്കുക, കഴുകിയിട്ടെടുക്കണം. എടുത്തിട്ട് നിങ്ങൾ കിഴക്ക് ദിശയായിട്ട് നിങ്ങൾ നിൽക്കുക. ഇതിന് പ്രത്യേക സ്ഥലങ്ങളോ ഒന്നുമില്ല. നല്ല ഒഴിഞ്ഞൊരു കോണിൽ പോയി, ശുദ്ധമായിട്ടുള്ള ഒരു കോണിൽ പോയി കിഴക്ക് ദിശയായിട്ട്, ഞാൻ അങ്ങോട്ടാണ് ഞങ്ങളുടെ കിഴക്ക് അവിടെ, ആ കിഴക്ക് ദിശയായിട്ട് നിങ്ങൾ നിൽക്കുക. നിന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു നാരങ്ങ നിങ്ങളുടെ വലത്ത് കൈയുടെ ഉള്ളം കൈയിൽ ഇങ്ങനെ വെക്കുക. കണ്ടല്ലോ, ഉള്ളം കൈ വെച്ചിട്ട് അമക്കി പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഒരു മന്ത്രമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു മന്ത്രം 11 തവണ നമുക്ക് ചെല്ലണം. 11 തവണ ഈ ഒരു മന്ത്രം നമ്മൾ ചെല്ലിയതിന് ശേഷം നമ്മൾ ഈ ഒരു സാധനത്തിന്, ഈ ഒരു നാരങ്ങയെ ഒന്നുമില്ല നിങ്ങളുടെ പേഴ്സില്, അതല്ലെങ്കിൽ ബാഗില്, അതല്ലെങ്കിൽ വണ്ടിയിലാ പോകുന്നെങ്കിൽ ഡിക്കിക്കകത്ത്, എവിടാണേലും നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ മതി. നിങ്ങൾ പോകുമ്പം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു സാധനം കാണണം. അന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കത്തുള്ളൂ. 11 തവണ ഈ മന്ത്രം ചൊല്ലിയിട്ട് നിങ്ങൾക്ക് പോകുന്ന ആ കാര്യം എന്താണോ അത് നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക. ഇത് നടക്കണേന്നും പറഞ്ഞുള്ള വിശ്വാസത്തോടു കൂടി ഇത് നിങ്ങളുടെ ബാഗിലോ പേഴ്സിലോ വണ്ടിക്കകത്തോ എവിടാന്ന് വെച്ചാൽ വെക്കുക. അപ്പൊ ഞാൻ മന്ത്രം പറഞ്ഞുതരാവേ. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്കൊരു തെറ്റ് പറ്റി. 11 തവണയെന്ന് ഞാൻ വേറൊരു കാര്യം ചെയ്തതിൻ്റെയാണ് പറഞ്ഞത്. ഇത് 21 തവണയാണ് ഇത് ചെല്ലേണ്ടത് കേട്ടോ. നാരങ്ങയും പിടിച്ച് 21 തവണ ചെല്ലണം. ഇതാണ് മന്ത്രം. ഓം ഗണപതേ നമഃ സർവകാരി സിദ്ധി നമഃ. നമഃ ഉദ്ദേശിക്കുന്ന മാ കഴിഞ്ഞ് 2 കുത്താണ്. ഗുരു ഗുരു സ്വാഹ നമഃ. കണ്ടല്ലോ, ഓം ഗണപതേ നമഃ സർവകാരി സിദ്ധി നമഃ ഗുരു ഗുരു സ്വാഹ നമഃ. ഇങ്ങനാണ് മന്ത്രം. എന്നെ ആരും വഴക്ക് പറയാൻ വരില്ല. 11 തവണയല്ല, 21 തവണയാണ് നമുക്ക് ചെല്ലേണ്ടത്.
എനിക്ക് ഇതിനു മുമ്പ് നമ്മളൊരു 11 തവണയുടെ നമ്മൾ ചെയ്തില്ലായിരുന്നു. അതാണ് എൻ്റെ മനസ്സിൽ കിടന്നത്. എന്താണേലും ഞാൻ ഈ ഒരു കാര്യം ചെയ്തിട്ട് പോയപ്പോൾ എനിക്ക് ആ കാര്യം സാധിച്ചെന്ന് എനിക്കത് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പം തന്നെ ഞാൻ ഓടി വരുമായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇതും കൂടെ ഉൾപ്പെടുത്താമല്ലോ എന്ന് പറഞ്ഞ്. ശരിക്കും ഈ ഒരു മന്ത്രം നന്നായിട്ട് തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ കണ്ണു അടച്ച് പ്രാർത്ഥിക്കണം. 21 തവണ കേട്ടല്ലോ. ഓം ഗണപതേ, ശരിക്കും നിങ്ങൾ പറ, ഓം ഗണപതേ നമഃ, ഓം ഗണപതേ നമഃ. നിങ്ങൾ എഴുതി വെച്ചു. ഓം ഗണപതേ നമഃ, സർവകാര്യസിദ്ധി നമഃ, സർവകാര്യസിദ്ധി നമഃ, ഗുരു ഗുരു സ്വാഹാ നമഃ, ഗുരു ഗുരു സ്വാഹാ നമഃ. ഇങ്ങനെ 12 പിന്നെ എനിക്കതാ വരുന്നത് 21 തവണ നിങ്ങൾ ചെല്ലുക. എന്നിട്ട് കാര്യം ദൈവമേ പോകുന്ന കാര്യം സാധിക്കണേന്നും പറഞ്ഞ് നിങ്ങൾ ഈ നാരങ്ങ എടുത്ത് നിങ്ങളുടെ പേഴ്സിൽ എവിടാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക, വെക്കുക. തീർച്ചയാണ് ഞാനാ പറയുന്നത്, നിങ്ങളുടെ കാര്യം സാധിച്ചിരിക്കും. എനിക്ക് സാധിച്ചു, കുറേ ആൾക്കാർക്ക് സാധിച്ചത് കൊണ്ടാണ് ഞാനിത് ചെയ്തു നോക്കിയത്. നിസാരമായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ഇതില്ലാതെ അങ്ങ് പെട്ടെന്ന് ചെയ്യുമ്പം നടക്കും എന്നുള്ള പ്രതീക്ഷയോടെ ചെയ്തു നോക്കിക്കേ, നിങ്ങൾക്കത് സാധിക്കും. പിന്നെ 100 ഒരു 2-3% മാത്രമേ ഉള്ളൂ എനിക്ക് നടക്കാതിരുന്നത് കേട്ടോ. ഇതെന്താണേലും നടന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നതാണ്. ഉപകാരപ്പെട്ട് കഴിയുമ്പോൾ എനിക്ക് വന്ന് ഉടനെ തന്നെ റിസൾട്ട് പറയണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയേക്കാം. എല്ലാവരും ഷെയറും കമന്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് ലൈക്കും എല്ലാം ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ എനിക്ക് ഇടാൻ പറ്റുകയുള്ളൂ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.